അടുത്തത് അടുത്ത വേണ്ടി ഞാൻ വന്നേക്കിന് എന്നോടും പറഞ്ഞു അതിന് നോമ്പ് തുറവി അല്ലാനിയല്ലോ അല്ലേനല്ലോ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലല്ലോ ഓടോ അതിന്റെ പീരാന്ത ഞാൻ പറയലില്ലേ മോണ്ടന്റെ ഒപ്പം പോവരുതെന്ന് മോണ്ടന്റെ ഒപ്പം പോവ. അപ്പൊ ഇപ്പത്തെ പേരന്റെ ലുക്ക് ഇങ്ങനെ കേറി കഴിഞ്ഞാ കാണാൻ നല്ല രസമാണ്. വൈക്കോല് വരല്ലേ അല്ലേ? ഡോക്യുമെങ്ങളൊക്കെ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഈ ലുക്കിൽ നിങ്ങൾ കണ്ടോ? ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഒക്കെ ഉള്ളിലുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ തറവാട് കാണാൻ വന്നതാണ്. 28 കൊല്ലങ്ങൾക്ക് ശേഷം തറവാട് ആദ്യമായിട്ട് ലുക്കും കാര്യമൊക്കെ മാറി ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട് പോലെ കുറച്ച് പ്രൊമോഷനും കാര്യത്തിനൊക്കെ ഇന്നെ വിളിച്ചുകൊണ്ടെന്നാണ്. അപ്പം ഉമ്മ ഇഞ്ഞ് വരുന്നുണ്ട്. അപ്പം എന്താ ഓലിപ്പോൾ ഒരു തുറവിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടി പോകാൻ നിൽക്കണം. എന്താ മണി കിള്ളി വാറി കുത്തിരിക്കല്ലേ? ആ ഇവിടെ കൈക്കോട്ടും കാര്യമൊക്കെ എടുത്ത് പോവാനായോ? കൈക്കോട്ടിന്റെ പരിപാടിയൊക്കെയാണ്. ഇവിടെ ഒരാള് വന്ന് പ്രൊമോഷൻ എടുക്കാൻ വന്ന് കൊയങ്ങി ഉറങ്ങാം. എന്താണ് ഇവിടെ പ്രൊമോഷന്റെ ചർച്ച? അനുമതിയൊക്കെ കിളി പറയിക്കണ മോതിരം മറ്റോനെ ഓട്ടുക. അപ്പൊ കുറച്ചേരം അമ്മായിക്കും അമ്മാക്കും കൊടുത്തൂടേനു അല്ലേ? ഇന്നത്തെ ഫുഡ് ഓല് മന്തി അല്ല അമ്മായി, കബ്സൊക്കെ വെക്കാൻ വേണ്ടി പത്തിരി ഉണ്ട് അവിടെ. ഞങ്ങൾ നിങ്ങളെ പെയിന്റ് അടിയാടാ വന്നാ. എന്നാ കണ്ടോളി എന്താ നിങ്ങക്ക് പറയാല്ലേ? തീയൂട്ടുമ്പോ തിരക്കില്ല. പക്ഷെ സാധനം സെറ്റായില്ലേ? മാറ്റിയൊക്കെ കുത്തിരിക്ക് കേട്ട് പോവാ. അത് ചെറിയ പോലെ ഉറങ്ങണ് ഇപ്പൊ വരും താഴത്തൊക്കെ. അപ്പം മോണ്ടിന് ഉമ്മയും വന്നോണ്ടിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലേ ഞങ്ങളിപ്പോ പോവേ. ഇനി പോയിട്ട് വേണ്ടേ തുറവിക്കൊക്കെ ഉണ്ടാക്കാന്, പെയിന്റ് കാണാനേ. ആ ഇനി ചെറിയാപ്പ് കേറിയ പിന്നെ ഇല്ലല്ലോ ആരും. ചെറിയാപ്പ് മൈജ കേറിയാലേ പുള്ളിയും പൊലിച്ചുറങ്ങാണ്. കട്ടിലാണാത്തോരാതിരി നല്ല സുഖണ്ട് അല്ലേ? എന്തേ ഉറങ്ങാൻ കൊണ്ടുവന്ന ഞങ്ങള് മറ്റേ കഴിഞ്ഞ് ഓലിഞ്ഞ് പ്രൊമോഷന് പോവാൻ നിക്കാണ്. പുതിയ വരണ്ട അങ്ങോട്ട്. അങ്ങനെ പോവാനായിട്ടില്ല. ഉമ്മാനെ മോണ്ട കൊണ്ടുവരുന്നുണ്ടേ. ഉമ്മാക്ക് പെയിന്റ് അടിച്ച പേരാണെന്ന് പറഞ്ഞിട്ട്. ഇതെങ്ങനെയുണ്ട്? രസല്ലേ? അവിടെ ലൈറ്റ് നക്കിയിട്ട് നങ്ങണില്ല. നിങ്ങക്ക് 4 കാണണ്ടാവൂലേ ഒക്കെ? ഓന് സ്പ്രേ അടിച്ചു, വണ്ടി സ്പ്രേ അടിച്ചു. ഓനായിരുന്നല്ലോ ഓന് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് കുറച്ച് നേരത്തെ പോന്നേന്. ഞങ്ങൾ ഓല് ഒരു പരസ്യത്തിനും വേണ്ടി പോന്നേന്. ഇപ്പം ഉമ്മ മോണ്ടം ഉമ്മാനെ പോയി കൊണ്ട് വരുന്നുണ്ടോ? വേഗം പോണ്ടേ? അങ്ങനെ ഉമ്മ പെര കാണാൻ വരുന്നുണ്ട്. പെയിന്റ് അടിച്ച കണ്ടീനിയോ? കൊയിഞ്ഞാടും കാണാൻ എങ്ങനെ ഉണ്ടോക്കി? നിങ്ങളൊക്കെ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഈ ലുക്കിൽ നിങ്ങൾ കണ്ടോ? ആ അടിപൊളി വരെയാക്കി. അപ്പുറത്തെ സൈഡ് അടിച്ചിട്ടില്ല, ഈ സൈഡ് പെയിന്റ് കഴിഞ്ഞോണ്ട് ഞാൻ വാങ്ങണമെന്ന് അറിയുന്നുണ്ട്.
കള്ളി കൂടി വന്നാ സൂപ്പർ. അപ്പൊ വെള്ള ജനലുണ്ടേ. അല്ലേ വെള്ള കള്ളി കൂടി വന്നാല്. അപ്പൊ ഇപ്പത്തെ പേരന്റെ ലുക്ക് ഇങ്ങനെ കേറി കഴിഞ്ഞാ കാണാൻ നല്ല രസമാണ്. വൈക്കോല് വരല്ലേ അല്ലേ? ചുവന്ന വര. അടിച്ചാ മതി സിമെന്റ്. അത് കൊറേയൊക്കെ തേച്ചിക്കണ തോന്നൂല അവിടെ ഇവിടെയൊക്കെ. അമ്മായി തീ കൂട്ടണ തിരക്കില്ല. ഓലിപ്പ വരികയാണേ. ആണോ? മൂത്ത വന്നേക്കാണോ നിക്കുക? കുറച്ചേരൊക്കെ ഇരുന്ന് എങ്ങനെയുണ്ട് കാണാം. കണ്ടിട്ടാണ് അവിടെ വത്തല്ലേ തേച്ചിട്ടേ ഇനി പെയിന്റ് ഒലിച്ചൊലിച്ചടിച്ചണ്ടേ? ആ പോവാ ചെറിയ പോവാ. ഇവിടെ ആ ഉണ്ടാ കൊടുക്കാനായില്ലേ? ചെറിയാപ്പോന്ന് വിളിച്ചി. അല്ല വിളിച്ചടാ, ഉറക്ക വെച്ചില്ല. പെയിന്റ് അടിച്ച് കാണാൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുക. അഭിപ്രായം പറയാ, ആൾക്കാരുടെ അഭിപ്രായം പറയും. അല്ല അഭിപ്രായം പറയാ. അറിയാ മേലെ വൈക്കോലും പാടെ ഇട്ടതില്ലേ? കാവ്യ കല്യാണത്തിന് ഒക്കെ ലെവലില്ലാതെ വരികയാണ്. മോടെ വണ്ടി കുത്തിരിക്ക എന്തോ പറഞ്ഞു. ഏതാ കഴിഞ്ഞു ഒക്കെ ആട്ടി കൊണ്ടുവരുന്ന ഒക്കത്തിന് പരസ്യത്തിന്. നോമ്പുണ്ടോ? നടത്താൻ കണ്ടിട്ട് നോമ്പില്ല. ഞാനും വിചാരിച്ചില്ലാന്നോ ഇജ്ജോ എന്നായോ? എല്ലാരും നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ആയോ? പിന്നെ അല്ല ഇനി എന്താ പരിപാടി? എന്താണ്? എന്താ നിങ്ങള് ചോദിച്ചോട്ടെ? റാസിദുണ്ടോ ചോദിച്ചോ? ഓ ആദ്യം സെലിബ്രിറ്റി കയറി ചോദിച്ചു വൈകിയില്. അപ്പൊ ഇജ്ജ് പോക പോണേ. ആ അമ്മായി നിങ്ങളെ കൊണ്ടാക്കും, കുട്ടിയോടെ തന്നെ കൊണ്ടാക്കും. അമ്മായി ഇമ്മയൊക്കെ എങ്ങനെ ഉണ്ടായില്ല? അമ്മായിയെ പെയിന്റ് അടി ഇതിന്റെ ഐഡിയ മൊത്തം ഇവിടെ കേട്ടോ. പറയോണ്ട ഞാൻ പെയിന്റ് അടിച്ചേ ഫുള്ള് ഇതാണ്. എന്നിട്ടോ അടിച്ചപ്പോ ഇങ്ങനായി. കാണാൻ രസമുണ്ട്. പക്ഷെ വിചാരിച്ചത് എന്താ ആ വെള്ളം അടിച്ചാൻ വിചാരിച്ചിന്. പിന്നെ ഇതാ ഒരു രസം അല്ലേ? വെള്ളം അടിച്ചു നോക്കിയോ? ഇല്ല, വെള്ളം അടിച്ച് വെറുതെ ബോറാക്കണ്ടേ കരുതി. കല്യാണത്തിന് ഇങ്ങനെ ആടാ ലൈന് 2 ലൈൻ എങ്ങനെയാലും അന്നില്ലേ അതെന്താ ചെറിയൊരു ബ്രഷിൽ ഇങ്ങനെ പെയിന്റർ പറഞ്ഞുതരും നിങ്ങക്ക്. ഇജ്ജ് പോണില്ലേ ആരോട്? എന്നോടാ? നിങ്ങള് ചെറിയാപ്പ ആക്കി തരും. മന്തി ഇന്നത്തെ തുറവിക്ക് മന്തി ഉണ്ടാക്കും. നിങ്ങള് വരൂലേ? മന്തി കണ്ടേ? കപ്സ മാതിരി. ഇന്നൊരു എങ്ങനെ വിളിച്ചൂല ഞാൻ വന്നേക്കിന് എന്നോടും പറഞ്ഞു. അതിന് നോമ്പ് തുറവി അല്ലാനിയല്ലോ. അല്ലേനല്ലോ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലല്ലോ. അപ്പൊ നിങ്ങള് ഓൾക്ക് വിശ്വസിച്ചാണെങ്കിൽ ഓൾ രണ്ടാളും ഒപ്പം വിളിച്ചു വിശ്വസിച്ചുള്ളൂ. എന്ത് അല്ലേ യൂട്യൂബ് വന്നിട്ട് ഇതല്ല എന്റെ അമ്മ ഇതാണ് കാരണം വിശ്വസിച്ചിട്ടില്ല. ഇന്നത്താട്ടണം. അപ്പൊ അതാണ് എന്റെ അമ്മ അറിയണ ആൾക്കാര്. അതാണ് അവസ്ഥ. ചില ആൾക്കാർ പറയുന്നവരാണ് പറഞ്ഞോട്ടെ. ചെറിയപ്പോ നല്ലൊരു ഉറക്കം ഉറങ്ങിയേനി. ഞങ്ങളേനി ഇവിടെ പണിയെടുത്തീനി. ആ അതുവാ നിങ്ങളെ കിട്ടാ പോണേ. അതുപോലെ ഇപ്പൊ പോയിക്കണ റൂട്ടില്
ചാടി കളിച്ചാ റോട്ട് ഉമ്മമാരെ മുന്നിൽ അതോ ഞങ്ങൾ ഇവിടെ ഇറങ്ങ അമ്മായി പോണില്ല ആ അല്ല വിളിച്ചിട്ടുണ്ടെന്നെ എവിടുക്കാ നീ പോണ വീഡിയോ എടുക്കാൻ അവിടെ ഇന്റെ വേഗം കഴിച്ചു തരൂലേ എടാ കടലായിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കാനാ അമ്മായി പോയിട്ടോ ഇവിടെ കപ്സേ എല്ലാരോടും കപ്സേ എന്ത് ടേസ്റ്റ് അറിയോ ഇനി പോത്തിറച്ചി വാങ്ങിട്ടേ നല്ല ടേസ്റ്റ് ചെറിയപ്പോ നല്ല രസം ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തു അതിലിന്നോട് പറഞ്ഞു ഉണ്ടാക്കരുത് കാരണം ടേസ്റ്റ് കൊണ്ടേ നടക്കും വന്നോ പോയിട്ടോ നമ്മളിഞ്ഞ് പോവാണ് അത് ആ വാ 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 പോരി 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 വാ വാ അത് വാ എന്നാ പോയിക്കോളി ഞാൻ ഇപ്പൊ വരാട്ടോ ഇപ്പൊ ഏകദേശം 4 മണി ആയിക്കണ ഇനി ചോലപ്പോ ഒരു ഇതും പാടുണ്ടാവും പാടെ അഭിനയിച്ചിട്ട് വേണം പോകാന് കൈക്കോട്ടും വെട്ടത്തിയും ഞാനവിടെ കുത്തിരിക്കുക അങ്ങനെ നമ്മള് വണ്ടിയിലൊക്കെ കേറി എന്താ മുന്നേ തൊഴിലുറപ്പിന് പോവുക ഞാനോ അല്ലാ ഓണ്ടാ ഓന്റെ റൈഡർ കണ്ണാപ്പിക്കണപ്പോ ആണോ എന്നിട്ട് അങ്ങടെ പറയേ ഓട്ടുണ്ടോനെ പേടിച്ചോ പറയണ്ടേ മെല്ലെ പോണം ചെങ്ങ ഓലാരം കേട്ടിയണേ വണ്ടിന്നും കാര്യമൊക്കെ ഇറങ്ങി ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് നോമ്പായോണ്ട് വെജട്ടോ ഇനി പെരിയിൽ പോയിട്ട് കാണും ബാക്കി പണിയും കാര്യമൊക്കെ എടുക്കാന് ഓ ആകെ പച്ചപ്പായല്ലോ കാട് മരുന്നടിച്ചാൽ മതിയടാ പറച്ചിലിറക്കൂല ഇനി അല്ലേ തണൽ മരല്ലേ സെറ്റായി 3 മരം എങ്ങനെയായില്ലേ വള്ളണ്ടോ ആ ആണോ അന്ന് ഞങ്ങളിപ്പോ കൊണ്ടേക്ക് പൈസ തരാം ലൊക്കേഷനും കാര്യൊക്കെ മരങ്ങളോ ആകെ മരക്കാരപ്പോ ആയിട്ടില്ല അവിടെ വീഡിയോ എടുക്കലും കാര്യം എവിടുന്ന ലൊക്കേഷൻ എവിടുന്ന തന്നെ എന്നാ എന്റെ പേ എടുക്ക് ആ എന്നാ തന്നെ മൈരുപാവും കണ്ടിക്കണോ ഓരോ പെരപ്പണി നമ്മൾ വിചാരിച്ചും എന്താ ലേബലിങ്ങനെ കൊറേ കാലം കെട്ടിട്ടിങ്ങനെ എന്തെങ്കിലും പണി തുടങ്ങാത്താവല്ലേ നമ്മൾ വിചാരിക്കൂലേ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഒരു പെരപ്പണി ഫുള്ളാവാത്തത് മുടങ്ങി നിക്കണത് ഒക്കെ ശരിയാടാ കൊറേ ഇടങ്ങറാക്കിയ വർഷം കൊറേ സന്തോഷം തരും പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെയുണ്ട് സന്തോഷം 4 പേരല്ലടാ പെരപ്പണി കഴിഞ്ഞിട്ടില്ല അതല്ലേ ഉള്ളൂ റേഞ്ചും ഇല്ല ഇവിടെ വൈഫൈ വെച്ചാ പോരെ വൈഫൈ ഇങ്ങോട്ട് എത്ര രൂപ കൊടുക്കണം അറിയോ ഇവിടെ ആർക്കില്ല വണ്ടർഫുൾ നല്ല പൈസ ആ പെരീന്ന് താഴ്ത്തി അതില് കൊടുക്കട്ടോ നല്ല കുന്നുമ്മക്കൂടെ അങ്ങനെ ഇങ്ങനെ നല്ല കാറ്റില്ലേ കൊയങ്ങിട്ടോ ഞാൻ നോർമലൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്ന ടൈമാണ് ഞാൻ ചിലപ്പോ രാവിലെ രാത്രി റീലുണ്ടായി വരുവാ എന്നാ വാ ഓലത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ പോകാൻ എന്റെ ഓല് കഴിച്ചേരൊന്നും തോന്നില്ല അത് 10 പേരെ ഉണ്ടാവും ഇതാണ് നമ്മളെ ഡയറക്ടർ ഇവിടെ ഡയറക്ടർ ഓക്കെ ആയാലും ഇവിടെ പ്രൊഡ്യൂസറിനും ഓക്കെ ആവുള്ളൂ എന്നോട് ഇടുക്ക് ഞാൻ എന്താ പറയാ എനിക്കറിയില്ല ഞാൻ എന്റെ കിട്ടണ പിന്നൊക്കെ ഞാൻ ഉണ്ടായിരുന്നു നടന്നേരേ സഞ്ചാണോ അല്ല ഷാക്ക് ഓടോ അതിന്റെ പീരാന്ത ഞാൻ പറയലില്ലേ മോഡന്റെ ഒപ്പം പോവരുത്
മോന്റെ ഒപ്പം പോവരുത്. ഫസ്റ്റത്തെ 10 സെക്കൻഡ് ഒക്കെ ആരായില്ലേ മോന്റെ എന്റെ കുട്ടിയെ കെന്റിലിട്ടു. കൊല്ലാൻ നോക്കുന്നതാണ്. എന്നോട് ഞാൻ പറഞ്ഞിട്ട് മോന്റെ ഒറ്റക്ക് ഇറക്കരുതെന്ന്. ഗൈസ് ഇവിടെ ഞങ്ങളെ പെരില് വെച്ച പുതിയ മരം താക്കണ്. നല്ല വളവുണ്ടായി ഇങ്ങോട്ട്. അപ്പൊ അയിമന്നൊരു കയറെടുത്താണ്ടാക്കണ്. ഇപ്പം ഇവിടുത്തെ നമ്മളെ ഇതില്ലേ കിണറിന്റെ ഇത് ആണോ അന്നെ കിണറ്റ് കിട്ടോ അതാക്കണ ഗൈസ്. ഇത് വളവൊന്നും മാറാൻ വേണ്ടി ടൈമൊക്കെ പിടിച്ചിട്ടിരിക്കണേ. വേറെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരം ഞങ്ങള് നട്ടുണ്ടാക്കിയതാണ്. ഇത് ഇനി നേരെ ചെന്നാണ്ട് ഇതാക്കണേ ഇവിടെ ഈ ലൈൻ കമ്പിയുണ്ടോ ഹൈമക്കാണ്. ഇനി അത് വെട്ടേണ്ടി വരുമല്ലോ. മൊത്തം വള്ളിയാണ് ഗൈസ്. അവിടെ അങ്ങനെ വീഡിയോ എടുക്കുക പരിപാടി നടന്നുകൊടുക്കണേ. അതുവാ എനക്ക് അഭിനയിച്ചണ്ടേ? മീനെ പിടിച്ചാണ്ട് മമ്മക്കനോടെ തപ്പുന്നുണ്ട്. വെള്ളം മുക്കിയാണ്ടാക്കണ്. നമ്മളെ ചെടിക്ക് ഒഴിച്ചാണ്. മമ്മ മുക്കി കൊടുക്കുന്നുണ്ട്. മോണ്ട് നിന്ന് ഒഴിച്ചാണ്. 3 കേട്ടോ ടോട്ടല്. ഒന്ന് അവിടെയും ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതാക്കണം ഇതും. ടോട്ടല് 3 എന്നാ ഇമ്മമ്മ വന്ന് കുറച്ചേരെ കുത്തിരിക്കണേ. ഓരോ പരസ്യത്തെ പറ്റി എന്താ പറയാല്ലേ? എന്താ പറയല്ലേ പരിചയമായിട്ട് വരുമ്പോ ഇട്ട് കൊടുക്കാൻ പറയാ. ഞാനണ്ട് വരൂലേ? നോമ്പ് അല്ലെങ്കിൽ സുഖേനില്ലേ? നോമ്പ് 1 മാസല്ലേ കഴിഞ്ഞില്ല. കഴിഞ്ഞാ സുഖ. ഇപ്പച്ചി പെരുപ്പച്ചിനെ വിളിച്ചട്ടെ. എന്താ മോണ്ടനെ അറിയാല്ലേ? നോമ്പില്ലാത്തോണ്ട് ഇച്ചൊരു കുഴപ്പമില്ല. അല്ല നോമ്പില്ലോണ്ട് ക്ഷീണാണ് അല്ലേ? നിന്റെ ആ കണ്ണുകളിലെ സത്യം ഞാൻ തിരിച്ചറിയുന്നു മോണ്ട. എന്നെ കളിയാക്കണ്ടെന്ന് വല്ലാതെ പരാതിട്ടുണ്ട്. എന്നെ കളിയാക്കണ്ടോ ഞങ്ങള്? എപ്പോഴും കളിയാക്കിക്കൊണ്ട് അവിടെ സൗണ്ട് കേൾക്കണ്ട. ഇജ് പ്രൈമില്ലല്ലോ ഇവിടെ വാ. ഓല് വീഡിയോ എടുക്കണം. വാ ആ എന്റെ കുഞ്ഞിട്ടല്ലോ കുറച്ച് റബ്ബേ. എന്താ ടേങ്കൊക്കെ ഇറങ്ങിക്കണം. മീന് അരാപ്പയ്മ ആ മുണ്ടല്ല ഇവിടെ മീൻ പിടിച്ചാൻ പോയ കഥ അറിയണം. കിട്ടി. തള്ളറിയാത്ത സത്യം പറയും. കൊടുത്തു ജീവല് മീനിനെ അവിടെ നമ്മളിവിടെ പിടിച്ചാണ് അതിന്റെ അപ്പുറത്ത് വിൽപ്പനയാണ്. അതോടെ ഞത്ത വിനയം. ഓ എന്തിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫേസ് സ്കാനറിന്റെ മേക്കപ്പ് ഫിക്സറോ മാക്സി ഫിക്സർ അല്ല മേക്കപ്പ് ഫിക്സറും ഫേസ് സ്കാൻ മേക്കപ്പ് ഫിക്സറും ഫേസ് സ്കാനറിന്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്താ പോരെ. നമ്മളോർത്ത വീഡിയോസും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് ഇവിടെ ഞോല സീനും കാര്യമൊക്കെ എടുക്കുകയാണ്. ചെറിയ ഉപ്പേരും നമ്മൾ പോവാണ്.